ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു Indo-Italian ഡിഷസ്. ഇന്ന് ഞാൻ ഈസി ആയിട്ടുള്ളൊരു വെറൈറ്റി അച്ചാർ കാണിക്കാമെന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, തണ്ണിമത്തൻ്റെ തോട് സാധാരണ നമ്മൾ ഉപയോഗിച്ചിട്ട് കളയാറാണുള്ളത്. ഇനി തൊട്ട് കളയണ്ട. അതിന് പകരം കളയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ വൈറ്റ് പാർട്ട് എടുത്ത് അച്ചാറാക്കാവുന്നതാണ്. ഇപ്പം ലോക്ക്ഡൗൺ ആയിട്ടുള്ള സമയമാണ്. ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു അച്ചാർ കൂടെ നമുക്ക് എക്സ്ട്രാ ഉണ്ടാക്കാൻ പറ്റും. ഈ തണ്ണിമത്തത്തിൻ്റെ ഈ വൈറ്റ് പാർട്ട് കൊണ്ട് ഒരു അച്ചാർ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പീസസ് തണ്ണിമത്തൻ്റെ വൈറ്റ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് ഇത് സ്ക്വയറായിട്ട് ഇങ്ങനെ എടുത്തതാണ് ഈ പാത്രത്തിൽ ഇരിക്കുന്നത്. അപ്പം ഇത്രയും, അതായത് 150 ഗ്രാമോളം ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 150 ഗ്രാം തണ്ണിമത്തൻ സ്ക്വയറായിട്ട്, തണ്ണിമത്തൻ്റെ തോട് സ്ക്വയറായിട്ട് ആ പച്ച ഭാഗം കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തത്. ഒരു 20 വെളുത്തുള്ളിയുടെ ചുള അരിഞ്ഞെടുത്തത്. 3 മുഴുത്ത കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്. കരിയാപ്പില വേണം. 1 സ്പൂൺ ഉലുവ വേണം. ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ വേണം. മഞ്ഞൾപ്പൊടി വേണം. മുളക് പൊടി വേണം. ഉലുവാപ്പൊടി വേണം. കായപ്പൊടി വേണം. അവസാനം ഒഴിക്കാനായിട്ട് പുളിക്ക് വേണ്ടിയിട്ട് വിനീഗർ വേണം. കാരണം ഈ തണ്ണിമത്തൻ്റെ തോടിന് പുളിയുമില്ല, ഒരു മധുരവും ഇല്ല, ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സാധനമാണ്. പുളിയുമില്ല, മധുരവുമില്ല, ഒന്നുമില്ല ഈ വെള്ളപ്പാർട്ടിന്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു പാൻ വെച്ചു. ആ പാന് കുറച്ച് ചട്ടി വെച്ചു. ആ ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. എണ്ണ ചൂടായി. അത് നമുക്ക് ഈ തണ്ണിമത്തൻ്റെ തോടൊന്ന് ഇതിലൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പം നമ്മളുടെ തണ്ണിമത്തൻ്റെ തോട് എണ്ണയിൽ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ കോരി മാറ്റാമേ. വാട്ടിയത് കോരിയെടുത്തു. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ബാക്കി വന്ന എണ്ണയിലേക്ക് തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം. ആദ്യം തിളച്ച എണ്ണ ആയതുകൊണ്ട് ഉലുവ പെട്ടെന്ന് അങ്ങ് മൂക്കും. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കയ്യിലുള്ള ഫ്രോസൺ കരിയാപ്പിലൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ. വെളുത്തുള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് സ്ലിമ്മിലേക്ക് വെച്ചോണ്ട് ഇതിലേക്ക് ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞളിൻ്റെ പച്ചക്കുത്തലൊന്ന് മാറട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനിടാം കേട്ടോ. കാരണം ചിലർക്ക് നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം, ചിലർക്ക് ഒത്തിരി സ്പൈസി ആകുന്നത് ഇഷ്ടമില്ല. അപ്പം എനിക്കങ്ങ് ഒത്തിരി സ്പൈസി ആകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണേ മുളക് പൊടി ഇട്ടുള്ളൂ. ഇതിലേക്ക് ഒരു അല്പം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് കായം ആഡ് ചെയ്ത് കൊടുക്കാം. കായം വേണമല്ലോ. 1/2 ടീസ്പൂണോളം കായം ഇട്ടു. ഇപ്പം നമ്മുടെ പൊടികളെല്ലാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആ വാട്ടി വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ തോട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലെ മസാലകളെല്ലാം ഒന്ന് പിടിക്കട്ടെ. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച്. അപ്പം ചിലർക്ക് ഏറെ വിനാഗിരി ഒഴിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് വിനാഗിരി കുറച്ചൊഴിക്കുന്നതാണ് ഇഷ്ടം. ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം.
ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം എന്നാ കുറവെന്ന്. ഒരു സ്വല്പം കൂടെ വിനാഗിരിയുടെ ആവശ്യമുണ്ട്. മേമ്പൊടിയായിട്ട് ഒരു സ്വല്പം കായപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ അച്ചാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തണുക്കാനിരിക്കട്ടെ. തണുത്തിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. തണ്ണിമത്തൻ അച്ചാറിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നല്ല കഴുകി ഉണങ്ങിയ കുപ്പിയിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ അച്ചാറായ തണ്ണിമത്തൻ തോട് കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് തണ്ണിമത്തൻ്റെ തോടാന്ന് ഒരിക്കലും പറയത്തില്ല. കഴിച്ചാൽ എന്ത് അച്ചാറാണെന്ന് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഇനി ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഇതുപോലൊരു വെറൈറ്റി ഇൻഡോ ഇറ്റാലിയൻ ഡിഷുമായി വരുന്നുള്ളവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.